അതുപോലെ ഇപ്പൊ പാണക്കാട് തങ്ങള് 10-ലധികം സ്ഥലത്ത് വലിയ മുതലാളിമാരുടെ കല്യാണത്തിന് ഞാനും തങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരാൾ നിക്കാഹ്, ഒരാൾ ദ്വാരക്ക്. അവിടെ സ്റ്റേജ് പങ്കിടുന്നതിന് വിരോധമല്ല. സാധുക്കളുടെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രം സ്റ്റേജ് പങ്കിട്ടുകൂടാന്ന് പറഞ്ഞാൽ ആരോ ഒക്കെ എന്തോ പറഞ്ഞുണ്ടാക്കുന്നത് അതിൽ ഈ സയ്യിദന്മാര് പെട്ടുപോവുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഹക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇപ്പടുത്തും പല നിക്കാഹിലും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, കോയമ്പത്തൂരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടുത്തെ നിക്കാഹിൽ ഒരുമിച്ച് കൊടുത്തു മുതലാളിമാരുടെ. യൂസുഫ് അലീന്റെ നിക്കാഹിന് മൂപ്പർ നിക്കാഹ് വെച്ച് ഞാൻ ദ്വാരുന്നത്. രണ്ടാളും സ്റ്റേജ്മേൽ എടുത്തിരിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ പങ്കിടാനും ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് മാത്രം സ്റ്റേജ് പങ്കിട്ടൂടാനും പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ പഠിപ്പിച്ചു കൊടുക്കുന്നവരാ നമ്മൾ ചിന്തിക്കുന്നത്. അവരിവിടെ ദീനിനെ ഖൈർ ഉദ്ദേശിക്കുന്നവരല്ല, അവര് ശർറ് ഉദ്ദേശിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ ഒന്നായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എത്രമാത്രം നന്മയുണ്ടാകും. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നേരത്തെ പൊന്മള പറഞ്ഞല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായ ഷെയ്ഖുൽ മശായിഖ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉസ്താദായിരുന്നു സദഖത്തുൽ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. അവര് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഏതാനും ചില മസ്അലകൾ കാരണം തെറ്റി പിരിഞ്ഞു. അവർ വേറെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. അവരുടെ സംഘടനയുമായിട്ട് പ്രവർത്തിക്കുന്നു, ഇവരിപ്പുറത്ത് പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് മരിച്ച സമയത്ത് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അവരുടെ പേരിൽ മയ്യത്ത് കരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഫാത്തിഹാവുന്ന കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ഫാത്തിഹാവുന്ന കൂട്ടത്തിൽ സദഖത്തുള്ള ഉസ്താദിനെയും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. അത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം, അത് ദീനിന്റെ രംഗത്ത് ഒരു വിടവ് വരുത്താൻ പാടില്ല. ഇപ്പൊ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട് തെക്ക് ഭാഗത്ത്. അവരുടേതായ രീതിയിൽ മദ്രസകൾ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു അലർജിയുമില്ല, അവരെ കാണുമ്പോൾ ഞങ്ങളും അലർജി കാണിക്കാറില്ല. അങ്ങനെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ പോയാൽ നമുക്ക് നാട്ടിൽ നന്മയുണ്ടാവുകയില്ലേ? അതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന കുറഞ്ഞ ആളുകളുണ്ട്. അവർക്ക് നാട്ടിൽ ഒരു നന്മയും ഉദ്ദേശമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകം ഏത് നിലക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ശിക്ഷ. അതാ നേപ്പാളിൽ 10,000 ആൾ ഒന്നായിട്ട് മരിച്ചുപോയി. ഒരൊറ്റ ദിവസം കൊണ്ട് മരിച്ചുപോയി 10,000 പേർ. അവിടത്തേക്ക് ഞങ്ങൾ ഇന്നാൾ പള്ളികളിൽ നിന്ന് പിരിച്ചെടുത്ത കാശ് ഞാനും പൊന്മളയും കൂടി ഇപ്പോൾ മർക്കസിൽ വെച്ച് ആ നേപ്പാളുകാരനായ നൂർ മുഹമ്മദ് സാഹിബിനെ വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അല്ലാഹു തആലാന്റെ ശിക്ഷ ഒരു ഭാഗത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഭൂമി കുലുക്കം, മറ്റൊരു ഭാഗത്ത് സുനാമി, വേറൊരു ഭാഗത്ത് ചുവന്ന കാറ്റ്, മറ്റൊരു ഭാഗത്ത് ചുവന്ന മഴ, വേറൊരു ഭാഗത്ത് കിണർ ഇടിയൽ. ഇങ്ങനെ എത്രയെത്ര നാശങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യന്റെ നാശത്തിന്റെ പേരിലാണ്. لا يغير الله ما بقوم حتى يغيروا ما بأنفسهم. അല്ലാഹു തആല ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹം അല്ലാഹു അത് മാറ്റുകയില്ല. അവരുടെ പ്രവർത്തനം മാറ്റുന്നത് വരെ ദുശ്ചൈതികൾ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകും. പക്ഷേ ആ ശിക്ഷ ഇങ്ങനെ ഓരോരുത്തരെ പെറുക്കിയെടുത്തിട്ട് കുറ്റക്കാരനെ മാത്രം നോക്കിയിട്ട് അല്ല. ശിക്ഷ ഇറങ്ങുമ്പോൾ അക്രമികൾക്ക് മാത്രമല്ല, ഫിത്ന വരുമ്പോ ശിക്ഷ വരുമ്പോ അതെല്ലാവർക്കും ഒന്നായിട്ടാണ് വരിക.
ഒരു ഉറുമ്പ് കാലിൽ കയറി, കുറെ ഉറുമ്പുകൾ കയറി, 1 2 4 കടിച്ചാൽ തുടക്കുന്നവൻ എല്ലാവരെയുമാണ് തുടക്കുക. അതുപോലെയാണ് അല്ലാഹുവിന്റെ ശിക്ഷ വരുമ്പോ എല്ലാവർക്കും വരും. ഇത് നാം ഭയപ്പെടണം. മുഅ്മിനീങ്ങളുടെ അഭിപ്രായ വ്യത്യാസവും അങ്ങുമിങ്ങും ചീത്ത പറയലും തെറി പറയലും ആക്ഷേപിക്കലും അത് വർദ്ധിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകും. വിദഗ്ധകാർ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി, എല്ലാ ഫിത്നയും ഉണ്ടാക്കി, എല്ലാ സ്ഥലത്തും അച്ചടക്കരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി അതിന് രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തുകയും രാഷ്ട്രീയ നേതാക്കളുടെ കഴിവ് അതിലേക്ക് തിരിക്കുകയും ചെയ്ത് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ കാണുന്ന കളിയൊന്നും അല്ല, വരാനിരിക്കുന്നത് സംഭവങ്ങൾ വളരെ വലുതാണ്, വലിയ വിപത്താണ്. ഈ ഭിന്നിച്ച് കലഹിച്ച് ചീത്ത പറയുന്ന സ്വഭാവം ഒഴിവാക്കാത്ത കാലത്തോളം ഇവിടെ എന്ത് ഫിത്ന വന്നാലും എന്ത് കുഴപ്പം വന്നാലും അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഞങ്ങൾ അതിന് ഉത്തരവാദികൾ അല്ല എന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ് പള്ളി. അൽഹംദുലില്ലാഹ്, 35 വർഷം മലേഷ്യയിൽ ജീവിച്ച ഞാൻ ഈ അടുത്തായി പലവട്ടവും അവിടെ പോകാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കമറുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാറും ഖലീൽ തങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട ഒരു കാഴ്ച എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. 35 വർഷം മലേഷ്യയിൽ ജീവിച്ച കാരണത്താൽ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഈ പര്യടനത്തിൽ. അവിടെ ലോക മുസ്ലിം അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഉന്നത സമ്മേളനം നടക്കുന്നതായി കണ്ടു. അതിൽ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പല ഉന്നത ശ്രേഷ്ഠമായ ഉസ്താദുമാർ വന്നെങ്കിലും സയ്യിദുമാർ വന്നെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് എന്റെ മനസ്സിന് വലിയ സന്തോഷമായി. ഞാൻ അവിടെ കണ്ട കാഴ്ച തന്നെയാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ അവിടുത്തെ സഹോദരന്മാരും അവിടെയുള്ള എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ ഈ ടിവിയിൽ പ്രദർശനം കണ്ടപ്പോൾ തങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നതല്ല, ഞാൻ ഉസ്താദിന്റെ ഒരു എളിയ സേവനം, ഉസ്താദിന്റെ കൂടെ ഒരു സുഹൃത്തായി വന്ന ഒരു അതിഥിയാണ് ഞാൻ. അല്ലാതെ എന്നെ ക്ഷണിച്ചതല്ല. ഉസ്താദിനെ ക്ഷണിച്ചപ്പോൾ ഉസ്താദ് എന്നെയും ക്ഷണിച്ചു. ആ ഉസ്താദിന്റെ അടുത്ത് തന്നെ ആ പ്രധാന കവാടത്തിൽ കൊണ്ട് എന്നെ ഇരുത്തി എല്ലാവരും അനുഭവത്തോടെ എന്നെ നോക്കുകയും ചെയ്തു. ആ നാട്ടുകാർക്കും മറ്റുള്ള എല്ലാ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആൾക്കാർക്കും സൈനുലാബിൻ ബാബുക്കത്തുകൾ എത്തിയത് വലിയ സന്തോഷമായി. എനിക്കും വലിയ സന്തോഷമായി. ഞാൻ 35 വർഷം മലേഷ്യയിൽ ജീവിച്ച് അവിടെ നിന്ന് വിരമിച്ച് ഉസ്താദിന്റെ കൂടിപ്പോൾ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ രാവും പകലും പ്രവർത്തിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമാണ്. ഇത്രയും ജനം സമൂഹത്തിൽ എനിക്ക് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അത് ആമീൻ പറയുമ്പോൾ അതെനിക്ക് കിട്ടുന്നില്ല. അവർക്ക് ഉറപ്പിനാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. എല്ലാവരും ഒന്നുമല്ല. അല്ലാഹു തആല സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളെ മകനായി ഞാൻ ഒരാളെങ്കിലും ഉസ്താദിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ അവസാനം വരെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒരു വകയിലും വകവെക്കാതെ ഉസ്താദിന്റെ കൂടെ തന്നെ ഞാൻ കൈയോർത്തുകയും ഇവർക്കൊന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല അതിനുള്ള കഴിവ് എനിക്ക് തരട്ടെ. ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൽ നിന്ന് പ്രവേശിച്ചിട്ടില്ല. എന്റെ ബാപ്പ ഏതൊരു മാതിരിയാണോ മുസ്ലിം ലീഗ് ആയത് അതേമാതിരി തന്നെ ഞാനും മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്. എന്റെ എല്ലാ കുടുംബങ്ങളും വോട്ട് ചെയ്യുമ്പോൾ ഞാനും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമെന്നല്ലാതെ ഞാൻ ആ ഭാഗത്ത് നിന്ന് പിരിഞ്ഞിട്ടില്ല. എങ്കിലും 2 ഭാഗം പിരിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയത് AP അബൂബക്കർ മുസ്ലിയാരുടെ ആദ്യത്തിലുള്ള വിശ്വാസമാണ്.
അതിലാണ് ഞാൻ അത് ചേർന്നത്. അല്ലാഹു തആല എനിക്ക് മരിക്കുന്നവരെ ആയുസ്സും ആഫിയത്തും ആരോഗ്യം ചെയ്ത് ഉസ്താദിനെ കൂടെ പ്രവർത്തിക്കാനും എല്ലാ സംഗതിയും പങ്കെടുക്കാനും ഉസ്താദിന്റെ എല്ലാ ആശയങ്ങളും കേൾക്കാനും അത് തൗഫീഖ് ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.